ഹായ് ഫ്രണ്ട്സ്, ഡി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാങ്ങ അച്ചാറാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഉപ്പുമാങ്ങ, അതേപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഞാൻ മാങ്ങ കിട്ടിയപ്പോൾ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പം നമുക്ക് അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കിയാലോ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, വെളിച്ചെണ്ണ, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അച്ചാർ പൊടി, ഉലുവപ്പൊടി, കായം, കടുക് പരിപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഉപ്പുമാങ്ങയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ടാണ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വിനാഗിരി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉപ്പുമാങ്ങ അച്ചാറിടാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് അച്ചാറിട്ടാലോ. ചീനച്ചട്ടി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണേ. കൂടുതൽ നാൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ ഉണ്ടാക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി. നമുക്ക് അതിലേക്ക് കടുക് ആദ്യം ഇടാം. കടുക് 3 സ്പൂണാണ് ഞാൻ ഇടുന്നത്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കായിടാം. കായം ചെറുള്ളി വലുപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്തുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ മുളക് പൊടി, 4 സ്പൂൺ അച്ചാർ പൊടി, ഉലുവപ്പൊടി 1/4 സ്പൂൺ തന്നെ. അത് കൂടിക്കഴിഞ്ഞാൽ, ഉലുവപ്പൊടി കൂടിക്കഴിഞ്ഞാൽ ഇത്തിരി കയ്പ്പൊക്കെ വരും. അതുകൊണ്ട് ചേർക്കുമ്പോൾ കൂടുതൽ ചേർക്കരുത്, ഇത്തിരി കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുക് പരിപ്പ് ഒരു 3 സ്പൂൺ. ഇതെല്ലാം ഇട്ട് ഇളക്കി ഒന്ന് ചൂടായി വരണം. മസാല ചുവന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് മാങ്ങിയിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. മസാലകൾ കംപ്ലീറ്റ് മാങ്ങമേ പിടിക്കാവുന്ന വിധത്തിൽ നല്ല പോലെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വിനാഗിരി ഒഴിച്ച് കുറച്ചും കൂടിയും കടുക് പരിപ്പിട്ട് നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. മാങ്ങ കിട്ടുമ്പോൾ നിങ്ങളും ഉപ്പുമാങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്ക്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.